ആഗ്ര ഫോർട്ടിൽ നിന്നും പുറത്തിറങ്ങി ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ച് താജ്മഹലിലേക്കാണ് പോയത്. താജ്മഹലിൻ്റെ അവിടെ ഓട്ടോ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ എൻട്രി ഗേറ്റിനടുത്തേക്ക് എത്തിയത്. താജ്മഹലിന് പ്രധാനമായിട്ടും 3 ഗേറ്റുകളാണുള്ളത്. അതിൽ വെസ്റ്റ് ഗേറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. ടിക്കറ്റൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. സെക്യൂരിറ്റി ചെക്കിങ്ങിനായിട്ട് ഞങ്ങളിവിടെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കർശനമായിട്ടുള്ള ചെക്കിങ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. നമ്മളുടെ കയ്യിൽ ചെറിയ ലഗേജുകളോ അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് തന്നെയുള്ള ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാവുന്നതാണ്. താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി കാണുന്നതിന് 200 രൂപയും പുറത്തുനിന്ന് കാണുന്നതിന് 50 രൂപയും അങ്ങനെ 250 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. എല്ലാ വെള്ളിയാഴ്ചയും താജ്മഹലിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ താജ്മഹലിലേക്കൊക്കെ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താജ്മഹലിൽ കയറുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു വലിയൊരു കവാടമുണ്ട്. ഈ കവാടത്തിൻ്റെ പേരാണ് ഗ്രേറ്റ് ഗേറ്റ്. താജ്മഹൽ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. റെഡ് സാൻഡ്സ്റ്റോണും വെളുത്ത മാർബിളും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ദർവാസ ഇ റൗസ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1632 മുതൽ 6 വർഷം കൊണ്ട് പണിതതാണിത്. താജ്മഹലിൻ്റെ പണി നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ കവാടത്തിൻ്റെ പണിയും നടക്കുന്നുണ്ടായിരുന്നു. ഉസ്താദ് അഹമ്മദ് ലഹോഡി ആയിരുന്നു ഇതിൻ്റെ ശില്പി. ഇതിൻ്റെ ചുമരുകളിലൊക്കെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഖുർആൻ സൂക്തങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ എൻട്രി ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കവാടത്തിലൂടെ നോക്കിയാൽ ഒന്നും കാണാൻ സാധിക്കില്ല. ഒരു ലൈറ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. മുൻപിലോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ആ ലൈറ്റ് അങ്ങോട്ട് അപ്രത്യക്ഷമായിട്ട് ആ ലോകാത്ഭുതം നമ്മളുടെ മുന്നിലേക്ക് അങ്ങോട്ട് തെളിയും. ആ ഒരു നിമിഷം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഹാപ്പിനെസ് ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അതൊക്കെ അവിടെ പോയിട്ട് തന്നെ അനുഭവിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് താജ്മഹൽ കാണാനും ഫോട്ടോ എടുക്കാനും ഉള്ള തിരക്ക് നിങ്ങൾ കണ്ടോ? താജ്മഹൽ കാണാൻ വരുന്ന എല്ലാവരും ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടേ പോകാറുള്ളൂ. ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന ഒരുപാട് ഫോട്ടോസ് ഞങ്ങളും എടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നത്. പ്രണയത്തിൻ്റെ നിത്യസ്മാരകമായ ഈ മാർബിൾ കൂടാരത്തെ കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച ഒരു നിർമ്മിതിയും ഇന്ത്യയുടെ ഒരു സ്വകാര്യ അഹങ്കാരവുമാണ് താജ്മഹൽ. നമ്മൾ ഏത് സമയത്ത് പോയാലും നമുക്ക് ഇവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നതായിട്ട് കാണാം. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കൃത്യമായ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടായിരിക്കാം. താജ്മഹൽ കാണാൻ വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഞങ്ങളും അവിടെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനായത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ താജ്മഹലിൻ്റെ ആ തറയുടെ വലിപ്പവും താജ്മഹലിൻ്റെ വ്യാപ്തിയും ഏകദേശം നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. താജ്മഹലിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറാനായിട്ട് നടന്നു. ആ കാണുന്നതാണ് താജ്മഹലിൻ്റെ അകത്തേക്കുള്ള എൻട്രി ഗേറ്റ്. അങ്ങനെ ആ എൻട്രി ഗേറ്റിൽ 200 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഈ ഒരു എൻട്രി ഗേറ്റ് കടക്കണമെങ്കിൽ ടിക്കറ്റ് മാത്രം പോരാ, ഷൂവും ചെരുപ്പെല്ലാം കവർ ചെയ്യുന്ന പ്രത്യേക തരം ഒരു കവറുണ്ട്. 10 രൂപ കൊടുത്താൽ ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് നിന്ന് അത് കിട്ടും. അത് ധരിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. താജ്മഹലിൻ്റെ യമുനയാണ് ഈ കാണുന്നത്. അത് താജ്മഹലിൻ്റെ പിൻവശം. നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി ഇങ്ങോട്ട് രക്ഷയില്ല. പൊളി. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും മറ്റു സെക്യൂരിറ്റി പ്രശ്നമുള്ളതുകൊണ്ടുമാണ് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അനുവദിക്കാത്തത്. ഈ കാണുന്നതാണ് ബഹുമാൻ ഖാന. ഷാജഹാൻ്റെ കാലത്ത് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഇത്. താജ്മഹലിൻ്റെ ചുവരുകളിലൊക്കെ ഖുർആൻ വചനങ്ങൾ കൊത്തിവെച്ചത് നമുക്ക് നോക്കിയാൽ കാണാം. ഒരുപാട് ചിത്രപ്പണികളും വിലപിടിപ്പുള്ള ഒരുപാട് രത്നങ്ങളുമൊക്കെ ഈ ചുമരുകളിൽ പതിപ്പിച്ചു വച്ചിട്ടുണ്ട്. താജ്മഹലിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരിക്കണം. വെള്ളിയാഴ്ചകളിൽ അവധിയാണ്. ഞായറാഴ്ചകളിൽ നല്ല തിരക്കായിരിക്കും. രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാൽ തിരക്കില്ലാതെ നമുക്ക് കാണാൻ സാധിക്കും. താജ്മഹലിന് ഇത്രയും ഭംഗി കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പൂന്തോട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് താജ്മഹലിൻ്റെ നേരെ മുൻപിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ താജ്മഹലിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് മുംതാസിൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. യമുന നദിക്കരയിൽ 42 ഏക്കറിലായി 20,000-ഓളം തൊഴിലാളികൾ 20 വർഷം ജോലി ചെയ്തിട്ടാണ് താജ്മഹലിൻ്റെ പണി പൂർത്തീകരിച്ചത്. താജ്മഹലിന് ചുറ്റുമുള്ള 4 മിനാരങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ചെരിഞ്ഞിട്ടായി നിൽക്കുന്നതെന്ന് കാണാം. നിർമ്മാണത്തിലെ പിഴവെന്നോ കാലം വരുത്തിവെച്ചതോ എന്ന് നമുക്ക് തോന്നാമെങ്കിലും സംഭവം അതൊന്നുമല്ല. നിർമ്മാണത്തിൽ തന്നെ മിനാരങ്ങൾ ചരിച്ചിട്ടാണ് പണിതത്. എന്തെങ്കിലും കാരണവശാൽ ഈ മിനാരങ്ങൾ തകർന്നാൽ അത് പ്രധാന കെട്ടിടത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചത്. താജ്മഹലിൻ്റെ വീഡിയോ ഓരോ ഭാഗത്തു നിന്നും പകർത്തുമ്പോഴും ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു എല്ലാത്തിനും. താജ്മഹലിൻ്റെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ ഞങ്ങൾ കുറച്ച് മലയാളി സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അവരാണ് ഞങ്ങൾക്ക് ഫോട്ടോയും വീഡിയോയും എടുത്തു തന്നത്. അതിനും അതിനിടയ്ക്ക് നല്ല ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ കയറിയതാണ്. താജ്മഹലിലെ കാഴ്ചകളെല്ലാം കണ്ട് മാക്സിമം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് താജ്മഹൽ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഈ കാണുന്ന സ്റ്റേജിലെ ഇരിപ്പിടത്തിലിരുന്നിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താജ്മഹലിൻ്റെ ഫോട്ടോ പകർത്തുന്നത്. താജ്മഹലിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അടുത്തതായിട്ട് ഞങ്ങൾക്ക് പോവേണ്ടത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ബസ്സിലാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. നമ്മൾ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. ന്യൂഗോ എന്ന് പറയുന്ന ഒരു ബസ് സെറ്റപ്പാണ്. നമ്മൾ ആദ്യമായിട്ട് തന്നെ റെഡ് ബസ്സിൽ തോന്നിയപ്പോൾ വന്നതാണ്. റെഡ് ബസ്സിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയാണ് ന്യൂഗോ. പിന്നെ ഇലക്ട്രിക് ബസ്സാണ്. കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റപ്പൊക്കെ ഉണ്ട്. ടിക്കറ്റ് കുറവാണ്. ഇതാണ് സെറ്റപ്പ്. ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഞങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 330 രൂപയാണ്. 8:30 ഞങ്ങൾ രാത്രി കയറിയത്. ഏകദേശം 12 മണിയാകുമ്പോഴേക്കും ഡൽഹിയിലെത്തും. അവിടെ നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി റൂമിൽ റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം ഡൽഹി കറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ഡൽഹിയിലെ കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.